വായിപ്പാനുള്ള വിശുദ്ധ വേദപുസ്തക ഭാഗം ആവർത്തന പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 22 വരെ. അക്കാലത്ത് യഹോവ എന്നോട്, നീ മുമ്പിലത്തെ പോലെ 2 കൽപ്പലക വെട്ടിയെടുത്ത് എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വരിക. മരം കൊണ്ട് ഒരു പെട്ടകവും ഉണ്ടാക്കുക. നീ ഉടച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകകളിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ ആ പലകകളിൽ എഴുതും. നീ അവയെ ആ പെട്ടകത്തിൽ വയ്ക്കണം എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ കതിരമരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി. മുമ്പിലത്തെ പോലെ 2 കൽപ്പലക വെട്ടിയെടുത്തു കയ്യിൽ ആ പലകയുമായി പർവ്വതത്തിൽ കയറി. മഹായോഗമുണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത 10 കൽപ്പനയും യഹോവ മുമ്പിലത്തെ എഴുത്തുപോലെ പലകകളിൽ എഴുതി അവയെ എൻ്റെ പക്കൽ തന്നു. അനന്തരം ഞാൻ തിരിഞ്ഞു പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഞാനുണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ പലക വെച്ചു. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെ ഉണ്ട്. ഇസ്രായേൽ മക്കൾ ബെനേത്ത് ആക്കാൻ എന്ന ബേരോത്തിൽ നിന്നും മോസരിയിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ച് അഹരോൻ മരിച്ചു. അവിടെ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകൻ എലയാസാർ അവന് പകരം പുരോഹിതനായി. അവിടെ നിന്നു അവൻ ഗുദ്ഗോദയ്ക്കും ഗുദ്ഗോദയിൽ നിന്നു നീഴലുള്ള ദേശമായ യോത്ബത്തേക്കും യാത്ര ചെയ്തു. അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപെട്ടകം ചുമപ്പാനും ഇതുവരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവരെ അവൻ്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു. അതുകൊണ്ട് ലേവിക്ക് അവൻ്റെ സഹോദരന്മാരോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ല. നിന്റെ ദൈവമായ യഹോവ അവന് വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവൻ്റെ അവകാശം. ഞാൻ മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ആ പ്രാവശ്യവും യഹോവ എൻ്റെ അപേക്ഷ കേട്ടു. നിങ്ങളെ നശിപ്പിക്കാതിരിപ്പാൻ യഹോവയ്ക്ക് സമ്മതമായി. പിന്നെ യഹോവ എന്നോട്, നീ എഴുന്നേറ്റു യാത്ര പുറപ്പെട്ട് ജനത്തിന് മുൻ നടക്ക. അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ ചെന്ന് കൈവശമാക്കട്ടെ എന്ന് കൽപ്പിച്ചു. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാനെന്നു നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ഇതാ, സ്വർഗവും സ്വർഗാതിസ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു. നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ. ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ ദൈവാദിദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു. ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പീൻ. നിങ്ങളും മിസ്രയീം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. ഞാൻ ആകുന്നു നിന്റെ പുകഴ്ച, അവനാകുന്നു നിന്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ. നിന്റെ പിതാക്കന്മാർ 70 ദേഹികളായി മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോഴോ നിന്റെ ദൈവമായ യഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുന്നു. ഇവിടെ വായിപ്പാനുള്ള വിശുദ്ധ വേദപുസ്തക ഭാഗം തീരുന്നു. ഞാൻ